മീഡിയ ടൈമിലേക്ക് സ്വാഗതം. ഹലോ ഹലോ ഹലോ. ഓക്കെ ഡോക്ടർ, സംസാരിച്ചോളൂ സാർ. ഡോക്ടറെ, അതായത് എനിക്ക് ഡയബറ്റിക് ഇപ്പോൾ ഒരു വർഷമായിട്ടുണ്ട്. എനിക്കിപ്പോ 31 വയസ്സാണുള്ളത്. ഓക്കെ. അത് ആദ്യം ചെക്ക് ചെയ്ത സമയത്താണ് 350 ഉണ്ടായിരുന്നു. പിന്നീട് അത് ഇപ്പം കുറെ നാള് പിന്നെ ഗുളിക കണ്ടിന്യൂ ചെയ്തതിനു ശേഷം ഇപ്പോൾ ഇൻസുലിൻ ആണ്. കാരണം ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കോംപ്ലിക്കേഷൻ എന്തെങ്കിലും ഉണ്ടാവും എന്ന് വിചാരിച്ചുകൊണ്ട് ഇൻസുലിൻ ആണ് എടുക്കുന്നത്. രാവിലെ 10 യൂണിറ്റ്, വൈകിട്ട് 10 യൂണിറ്റ് അങ്ങനെയാണ് എടുക്കുന്നത്. ഇപ്പൊ അതൊന്ന് നോർമലായിട്ടാണ് നിൽക്കുന്നത്. പിന്നീട് ഒരു കാര്യം അറിയാനുള്ളത് ഡോക്ടറെ, ഈ സർജറി കൊണ്ട് നമുക്ക് നല്ലതാണെന്ന് പറയുന്നത്, സർജറിയെ കുറിച്ച് ഒന്ന് പറയാമോ ഡോക്ടറെ? ഓക്കെ. താങ്കളുടെ വയസ്സ് 31 എന്നല്ലേ പറഞ്ഞത്? 31. ബോഡി വെയിറ്റ് എത്രയുണ്ട്? ബോഡി എന്റെ 5.9 ആണ് ഹൈറ്റ്. ബോഡി ഇപ്പോൾ 88 ആയിരുന്നു, ഇപ്പോൾ 84 മാറി. 84. എന്ത് ചെയ്യുന്നു താങ്കൾ? താങ്കളുടെ ജോലി എന്താണ്? ഞാൻ സെയിൽസ്മാനാണ്. സെയിൽസ്മാൻ. ഈ ഡയബറ്റീസ് കണ്ടുപിടിച്ചത് എങ്ങനെയാണ്? അത് സാധാരണഗതിയിൽ കൈ മുറിഞ്ഞതിന് ശേഷം അങ്ങനെ അത് സ്റ്റിച്ചിങ്ങിന് ചെന്നപ്പോൾ അത് ചെക്ക് ചെയ്യുമായിരുന്നു. അങ്ങനെയാണ് ഡയബറ്റിക് ആണ് ആദ്യമായിട്ട് അറിഞ്ഞത്. ഓക്കെ. കുടുംബത്തിലെ മാതാപിതാക്കൾക്ക് ആർക്കെങ്കിലും ഡയബറ്റീസ് ഉള്ള ആളാണോ? അങ്ങനെ ആർക്കും ഡയബറ്റിക് ഒന്നുമില്ല. പിന്നെ പപ്പയ്ക്കൊക്കെ ഇപ്പോൾ 70 വയസ്സായി. ഇപ്പോഴാണ് ചെറിയ രീതിയിൽ ഡയബറ്റിക് വന്നത് അവർക്ക്. ഓക്കെ. അപ്പോൾ താങ്കൾ ഈ 30 വയസ്സിൽ കണ്ടുപിടിച്ചതേക്ക് അത് ഏത് വിഭാഗത്തിലുള്ള പ്രമേഹ രോഗമാണെന്ന് അത് ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടോ? ടൈപ്പ് 1 ആണോ, ടൈപ്പ് 2 ആണോ, അല്ലെങ്കിൽ ടൈപ്പ് 2 ആണെന്ന് മനസ്സിലായി. അതായത് ശ്രദ്ധിക്കും, അതായത് അതിനകത്ത് താങ്കളുടെ സർജറിയെ പറ്റിയാണ് ചോദിച്ചതെങ്കിൽ അതിന് മുമ്പ് ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിച്ചോളട്ടെ. താങ്കൾ ആദ്യം പറഞ്ഞു 1 വർഷമേ ആയിട്ടുള്ളൂ, ഔഷധങ്ങൾ കഴിച്ചു, ഔഷധങ്ങൾ കഴിക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നം വരുമെന്ന് പേടിച്ച് ഇൻസുലിൻ ആക്കിയെന്ന്. ഡെഫിനറ്റ്ലി താങ്കൾ ചെയ്തത് ഓക്കെ, ഇൻഡയറക്റ്റ്ലി ആണെങ്കിലും ശരി തന്നെ ഇൻസുലിൻ ആയിരിക്കും ഏറ്റവും നല്ലത്. ഇൻസുലിൻ എടുക്കുന്നതുകൊണ്ട് തെറ്റില്ല. പക്ഷേ 31 വയസ്സേ ഉള്ളൂ, ടൈപ്പ് 2 ആണ്, 1 വർഷമേ ആയിട്ടുള്ളൂവെങ്കിൽ ഇൻസുലിൻ പൂർണ്ണമായിട്ട്, കാരണം നമുക്ക് ഇനിയും നമുക്കറിയാമല്ലോ 50-60 വർഷം നമുക്ക് സുഖമായിട്ട് ജീവിക്കാനുള്ളത് കൊണ്ട് തന്നെ നമുക്ക് അപ്പം സ്ഥിരമായിട്ട് ഇൻസുലിൻ എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ ആയിട്ടില്ല, അതിൻ്റെ സമയമായിട്ടില്ല. പക്ഷെ നമുക്ക് താല്പര്യം ഇൻസുലിൻ ആണെങ്കിൽ എടുക്കാം. പക്ഷെ അതോടൊപ്പം നമുക്ക് എല്ലാ മരുന്ന് ഔഷധങ്ങളും ഒഴിവാക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. മെറ്റ്ഫോമിൻ, ഞാൻ ഇതിനു മുമ്പുള്ള പല ചോദ്യങ്ങൾ ഉത്തരമായിട്ട് പറയുന്ന ഒരു മരുന്നുണ്ട്, മെറ്റ്ഫോമിൻ. ഡോക്ടർ, എനിക്ക് SGPT കൂടുതലായിരുന്നു. അങ്ങനെ ഞാനിപ്പോ ഫുഡൊക്കെ കൺട്രോൾ ചെയ്തിട്ട് SGPT കുറഞ്ഞിരിക്കുകയാണ്. അതായത് നേരത്തെ എനിക്ക് SGPT 200 ഉണ്ടായിരുന്നു. ഇപ്പൊ SGPT ആയതുകൊണ്ട് 80-90 അതായത് SGPT ഇങ്ങനെ കൂടി നിൽക്കുന്നത് കൊണ്ട് പിന്നെ മെറ്റ്ഫോമിൻ അങ്ങനെയുള്ള ഈ ടാബ്ലറ്റ് ഉപയോഗിക്കുന്നത് കൊണ്ട് ഒരു പേടി, അതുകൊണ്ട് ഇൻസുലിൻ ആക്കാനും കാരണം. ഓക്കെ 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 വളരെ വളരെ നല്ലൊരു ചോദ്യം. എനിക്ക് തോന്നുന്നു ഞാൻ അതിൻ്റെ മറുപടി മറ്റ് പ്രേക്ഷകർ കൂടി മനസ്സിലാകാത്ത രീതിയിൽ ഞാൻ ഒന്ന് പറയുകയാണ്. ഈ SGOT, SGPT മദ്യപിക്കുന്ന ഒരാളാണോ? ചോദ്യം ചോദിക്കുന്നതിൽ ക്ഷമിക്കുക, മദ്യപിക്കുന്ന ആളാണോ? ഇല്ല, ഞാൻ മദ്യപിക്കാറില്ല. ഞാൻ ഫുഡൊക്കെ ശരിക്കും കഴിക്കാറുണ്ട്. അങ്ങനെ ഉണ്ടാകുന്ന സംശയമുണ്ട്. ഫൈൻ. ശ്രദ്ധിക്കുക. അപ്പോൾ സാധാരണഗതിയിൽ നമ്മളിപ്പോൾ കുറച്ച് മുമ്പ് ചർച്ച ചെയ്തൊരു കാര്യമാണ്, പ്രമേഹം 2 രീതിയിലുണ്ട്, ടൈപ്പ് 1, ടൈപ്പ് 2. ഈ ടൈപ്പ് 1 എന്ന് പറയുന്ന 30 വയസ്സിന് മുമ്പും, ടൈപ്പ് 2 എന്ന് പറയുന്ന മുതിർന്നവർക്കും വരുന്നതാണ് ടൈപ്പ് 2. പക്ഷേ നിർഭാഗ്യവശാൽ പ്രത്യേകിച്ച് നമ്മൾ ഏഷ്യൻ ഇന്ത്യൻസ്, ഇന്ത്യക്കാരിൽ പ്രത്യേകിച്ചും ഇപ്പോൾ 60-70 വയസ്സിൽ വരുന്ന പ്രമേഹ രോഗം ഇപ്പോൾ 20, 25, 30 വയസ്സുകളിൽ നമുക്ക് ഒരുപാട് കണ്ടുവരുന്നുണ്ട്. അതിന് പ്രധാന കാരണം നമ്മുടെ ഈ ജീവിതത്തിൽ വരുന്ന, നമ്മുടെ ജീവിത രീതിയിൽ വരുന്ന മാറ്റവും, പ്രത്യേകിച്ച് നമ്മുടെ അമിതവണ്ണം, നമ്മുടെ വരുന്ന വയറിൽ വരുന്ന ഈ കൊഴുപ്പ്, അല്ലെങ്കിൽ കുടവേറെന്ന് നമുക്ക് പറയുന്ന അത്തരം പ്രശ്നങ്ങളാണ് വരുന്നത്. ഇതിലെ പ്രധാന പെത്തോളജി എന്ന് പറയുന്ന ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു ഫാക്ടറാണ്. അത് നമുക്ക് ഓരോരുത്തരിൽ ഓരോ രീതിയിലായിരിക്കും അതിൻ്റെ നമുക്കത് കണ്ടുവരുന്നത്. ഇപ്പോൾ സ്ത്രീകൾക്ക് ചിലപ്പോൾ PCOD എന്ന് പറയുന്ന ഒരു പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് എന്നുള്ള രൂപത്തിൽ അത് കാണാം. ഇപ്പം പലർക്കും വരുന്നത് ഫാറ്റി ലിവർ എന്ന് പറയുന്ന ഒരു പ്രതിഭാസമുണ്ട്. അത് കാരണം നമ്മൾ SGOT, SGPT, ലിവർ എൻസൈംസ്, കരളിൻ്റെ പ്രവർത്തനത്തിൻ്റെ നിർണ്ണയിക്കുന്ന എൻസൈംസ് കൂടി വരുന്ന, ഇപ്പോൾ ചില 100, 150 വരെ, അപ്പോൾ താങ്കൾക്ക് 200 വന്നു. അപ്പോൾ അതിൻ്റെ പ്രധാന കാരണം നമുക്ക് ഡയബറ്റീസിൻ്റെ കൂടെ വരുന്നൊരു സാധ്യത, മെറ്റബോളിക് സിൻഡ്രോം എന്ന് നമുക്ക് ഇതിനെല്ലാത്തിനും കൂടി നമുക്ക് ചേർത്ത് പറയാം. അതിൽ ഏറ്റവും ഓപ്ഷൻ എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് നിർബന്ധമായിട്ടും ഡയറ്റ് റെഗുലേഷൻ്റെ കൂടെ എക്സസൈസാണ്. നിർബന്ധമായിട്ട് 1/2 മണിക്കൂർ മുതൽ 3/4 മണിക്കൂർ വരെ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് SGOT, SGPT അല്ലെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസിൻ്റെ മറ്റ് പ്രശ്നങ്ങൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ശരിയായി വരുള്ളൂ. അതോടൊപ്പം നമുക്ക് ഈ SGOT, SGPT കൂടി ഇരിക്കുന്നവർക്ക് നമുക്ക് ഇപ്പോൾ വൈറ്റമിൻ സപ്ലിമെൻറ്റേഷൻ കൊടുക്കുക, വൈറ്റമിൻ E അല്ലെങ്കിൽ മറ്റ് ചില ഔഷധങ്ങൾ, അത് ആ ഡോക്ടർ നോക്കിയിട്ട് തീരുമാനിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് SGOT, SGPT കൂടി എന്ന് പറഞ്ഞ് താങ്കൾ പേടിക്കേണ്ട കാര്യമില്ല. അത് ഈ മെറ്റബോളിക് സിൻഡ്രത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. പക്ഷേ ശ്രദ്ധിക്കേണ്ടത്, ഭാവിയിൽ നമ്മളത് ശ്രദ്ധിക്കാതെ ഭാവിയിൽ തീരെ നിസ്സാരമായി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അടുത്ത സ്റ്റേജ്, ലിവറിൻ്റെ അടുത്ത സ്റ്റേജിലോട്ട് പോകാനും വളരെ നിർഭാഗ്യവശാൽ ചിലപ്പോൾ മറ്റ് പ്രശ്നങ്ങൾ, ലിവറിലെ മറ്റ് പ്രശ്നങ്ങളിലോട്ട്, അത്തരം കാര്യങ്ങൾ നമുക്കിപ്പോൾ ചർച്ച ചെയ്യേണ്ട, പോകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് നമ്മളത് ശ്രദ്ധിക്കുക.
അപ്പോൾ അതിൽ ഇപ്പോൾ താങ്കൾ പറഞ്ഞു ഇൻസുലിൻ എടുക്കുന്നതാണ്, മരുന്ന് കഴിക്കുന്നത് പേടിയുണ്ടെന്ന് താങ്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ മെറ്റ്ഫോമിൻ എന്ന് പറയുന്ന SGOT-SGPT കൂടുകയും അത് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരവസരത്തിൽ നമുക്ക് കഴിക്കുന്നത് നമുക്ക് ഒഴിവാക്കുന്നത് നല്ലതാണ്. പക്ഷേ എന്നാൽ പോലും താങ്കൾക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ട്, ശരീരത്തിലെ വണ്ണം കൂടുതലുള്ള സ്ഥിതിക്ക് താങ്കൾ നിർബന്ധമായിട്ട് ഇപ്പോൾ SGOT-SGPTക്ക് 100 താഴെ ആയതുകൊണ്ട് തന്നെ മെറ്റ്ഫോമിൻ കഴിക്കുന്നത് കൊണ്ട് യാതൊരു തെറ്റുമില്ല, മറിച്ച് അത് നല്ലതുമാണ്. കാരണം ഇൻസുലിൻ റെസിസ്റ്റൻസിന് ചെറുതായിട്ടെങ്കിലും നമുക്കിപ്പോൾ ഒരു ആക്ഷൻ ഉള്ള ഒരു മരുന്നുകളിലൊന്ന് മെറ്റ്ഫോമിനാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് എന്ന് പറഞ്ഞ് ഇന്ന് നേരെ പോയി മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കാൻ നിൽക്കരുത്. താങ്കൾ ചികിത്സിക്കുന്ന ഡോക്ടറുടെ അഡ്വൈസ് കിട്ടിയതിന് ശേഷം മാത്രമേ അത് തുടങ്ങാവൂ. കാരണം മെറ്റ്ഫോമിൻ തുടങ്ങുകയാണെങ്കിൽ ഇൻസുലിൻ്റെ ഡോസിൽ വ്യത്യാസം വരുത്തണം, അങ്ങനെ മറ്റൊരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പിന്നെ താങ്കളുടെ പ്രധാന സംശയം എന്ന് പറയുന്നത് സർജറി ഉണ്ട്. ബെരിയാട്രിക് സർജറി എന്ന് പറയുന്ന ഒരു സർജറി ഉണ്ട്. അതായത് സംഭവം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ അമിത വണ്ണത്തിനുള്ള ഒരു സർജറിയാണ് ഈ ബേരിയാട്രിക് സർജറി. അത് ആ സർജറി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഡയബറ്റീസ് പോലുള്ള പ്രശ്നങ്ങൾ ഏറെക്കുറെ കൺട്രോളായി നമുക്ക് അറ്റ്ലീസ്റ്റ് കുറച്ച് വർഷങ്ങളെങ്കിലും നമുക്ക് പൂർണ്ണമായിട്ട് നിയന്ത്രണത്തിലായിട്ട് നിൽക്കും. പക്ഷേ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അത് അമിതമായിട്ടുള്ള വണ്ണം, ഇപ്പോൾ ബോഡി മാസ് ഇൻഡെക്സ് ഒരു പരിധിയിൽ കൂടുതലുള്ള ആൾക്ക്, ഇപ്പോൾ താങ്കളെ സംബന്ധിച്ച് ഇപ്പോൾ 84 കിലോ ആണെങ്കിൽ ആ ലിമിറ്റിൽ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു കൂടുതലുള്ള ആൾക്കാർക്ക് ക്വാളിറ്റി ഓഫ് ലൈഫ്, ജീവിത രീതി തന്നെ, ദൈനംദിന ജീവിതം തന്നെ അമിത വണ്ണം കാരണം പ്രശ്നം ഉണ്ടാകുന്ന ആൾക്കാർക്ക് നടത്തേണ്ട ഒരു സർജറിയാണ്. കാരണം ഇതൊരു ഒരു 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 എന്തോ പറയും മേജർ സർജറിയാണ്, ഒരു ജനറൽ അനസ്തീഷ്യ കൊടുത്ത് വരുന്ന മേജർ സർജറിയാണ്. അപ്പോൾ താങ്കൾക്ക് 30 വയസ്സേ ഉള്ളൂ, താങ്കൾക്ക് ഒരുപാട് ഓപ്ഷൻസ്, ഇപ്പം നമുക്ക് ഒരുപാട് ഔഷധങ്ങളുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ എക്സസൈസ് ഉണ്ടെങ്കിൽ ഇപ്പോൾ 80 കിലോയൊക്കെ ഉള്ളൂ, താങ്കൾക്ക് എക്സസൈസൊക്കെ ചെയ്യാനുള്ള മാനസികാവസ്ഥയാണെന്നുണ്ടെങ്കിൽ അത്തരം സർജറിയെ പറ്റിയൊന്നും ഇപ്പോൾ ചിന്തിക്കേണ്ട കാര്യമില്ല. മറിച്ച് താങ്കളുടെ ഇപ്പോൾ വയസ്സ് കൂടുതലാണ്, ഇപ്പോൾ വെയിറ്റ് 100 120 ആണ്, താങ്കൾക്ക് നടക്കുവാനുള്ള ബുദ്ധിമുട്ടുണ്ട്, അത്തരം പ്രശ്നമാണെങ്കിൽ അത്തരം സർജറിയെ പറ്റി ചിന്തിക്കാം. ആ സർജറി ഇന്നിപ്പോൾ വൈഡ്ലി കേരളത്തിലെ പല ഹോസ്പിറ്റലിൽ ചെയ്യുന്ന സർജറിയാണ്. അത് കഴിയുമ്പോൾ ആകെ ഉള്ള പ്രശ്നം, നമുക്ക് ആഹാരം കഴിക്കുന്നത് നമുക്ക് ലിമിറ്റ് ചെയ്യേണ്ടി വരും. താങ്കളിപ്പോൾ കഴിക്കുന്ന ദോശ ഇപ്പോൾ 4 5 ദോശ സുഖമായിട്ട് കഴിക്കാമെങ്കിൽ അതിനുശേഷം നമുക്ക് ചിലപ്പോൾ ലിമിറ്റ് ചെയ്ത്, ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കാം, നമുക്ക് ഒരു ദോശയോ അങ്ങനെയൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ. പക്ഷേ താങ്കളിപ്പോൾ ആ സർജറിയെ പറ്റി ചിന്തിക്കേണ്ട കാര്യമില്ല. ഈ ഡയറ്റ് മോഡിഫൈ ചെയ്യുക, എക്സസൈസ് ചെയ്യുക, ഇൻസുലിൻ തുടരുക, കൂടെ മെറ്റ്ഫോമിൻ പോലുള്ള മരുന്ന് കഴിക്കണോ വേണ്ടോ എന്ന് ഡോക്ടറുമായിട്ട് ചർച്ച ചെയ്യുക. ഓക്കെ, അതൊരു വലിയ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു മറുപടി തന്നെ. പിന്നെ കേട്ടോണ്ടിരിക്കുന്നവർക്ക് ഒരു പ്രയോജനമാണ്. അതുകൊണ്ടാണ് ഞാൻ SGOT-SGPT വന്നത്. നമ്മളെ ചർച്ചയിൽ അങ്ങനെ അധികം വരാത്തതുകൊണ്ട്. കാരണം ഈ ടൈപ്പ് 2 പ്രമേഹ രോഗികൾക്ക് സാധാരണഗതിയിൽ വരുന്ന, എനിക്ക് തോന്നുന്നു ഞാൻ കാണുന്ന രോഗികൾ ഒരു 30% മുതൽ 40% രോഗികൾക്ക് വരെ മദ്യപിക്കുന്നവർക്ക് അത് കാരണം വരാം, ഈ ലിവർ എൻസൈംസ് കൂടി വരുന്നതാണ്. പലരും അത് കാരണം, അപ്പം നമുക്ക് സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ ഫാറ്റി ലിവർ എന്ന് പറയുന്ന ഒരു പ്രശ്നം കൂടെ. അപ്പോൾ ഇതും കൂടി കാണുമ്പോൾ പല രോഗികൾക്കും ഭയങ്കര ടെൻഷനാണ്, എന്തോ മേജറായിട്ടുള്ള ഒരു ഓർഗനിൽ. പക്ഷേ അത് നമുക്ക് നമ്മൾ തീരെ നിസ്സാരമായിട്ട് കണക്കാക്കേണ്ട കാര്യമില്ല. ഡയബറ്റീസ് ഉണ്ട്, ഭാവിയിൽ പ്രശ്നങ്ങൾ ലിവറിൽ ഫാറ്റി ലിവർ ഉള്ളവർക്ക് ചിലർക്ക് വരാം. പക്ഷേ എന്നാൽ പോലും അത് നമുക്ക് ഡയബറ്റീസ് കൺട്രോൾ ചെയ്ത്, നമ്മളെ വണ്ണം കൺട്രോൾ ചെയ്ത്, എക്സസൈസ് ചെയ്ത്, നമ്മളെ ഈ അൺസ്റ്റാൻഡ് അല്ലെങ്കിൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഡയറ്റൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്കതിനെ നിയന്ത്രിച്ച് നിർത്താവുന്നതുമാണ്. അതുകൊണ്ട് അതൊരു ടെൻഷൻ അടിച്ച് നമുക്ക് വല്ലാത്തൊരു സിറ്റുവേഷനിൽ കൊണ്ടുപോകേണ്ട കാര്യമല്ല. ഒരു കോളും കൂടെ. ഓക്കെ, മെഡി ടൈമിലേക്ക് സ്വാഗതം. ഹലോ 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 സർ, സംസാരിച്ചോളൂ. ഡോക്ടർ സംസാരിച്ചോളൂ. ആ ടിവിയുടെ വോളിയം കുറച്ച് വെക്കും ആദ്യം. ആ ടിവിയുടെ വോളിയം കുറച്ച് വെക്കും സർ. എനിക്ക് ഒരു 10 വർഷമായിട്ട് ഷുഗർ ഉണ്ട്. ഓക്കെ 10 വർഷമായിട്ട് ഷുഗർ ഉണ്ട് സാറേ. ഓക്കെ സാർ ആ ടിവിയുടെ വോളിയം ഒന്ന് കുറയ്ക്കാവോ സാർ? ഇവിടെ എക്കോ ചെയ്യുന്നുണ്ട്. 10 വർഷമായിട്ട് എനിക്ക് ഷുഗർ ഉണ്ട്. ഓക്കെ, അത് എന്റെ ഫാദറിനും മദറിനും ഒക്കെ ഷുഗർ ഉണ്ട്. ഓക്കെ, അപ്പൊ എനിക്ക് ഇപ്പോ 42 വയസ്സാണ്. ഓക്കെ, ഒരു 32 വയസ്സൊക്കെ ഉള്ളപ്പോ എനിക്ക് വന്നു. ഓക്കെ, അപ്പൊ ആ സമയത്തൊക്കെ ഞാൻ ഈ മെഡിസിനൊക്കെ കഴിക്കുന്ന കാര്യത്തിലൊന്നും പിന്നാക്കായിരുന്നു. സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് ഇത് വരുമ്പോ കണ്ടത് എങ്ങനെയാണെങ്കിൽ ഒരു ആളെ പെട്ടെന്നൊന്നും മെലിയുന്ന പോലെ ആവുകയും പിന്നെ ഒരു മൊത്തത്തിന് ശരീരത്തിന് ക്ഷീണം ഒക്കെ തോന്നിച്ചിട്ടാണ് നമ്മൾ അറിയുന്നത്. അപ്പൊ എന്റെ ഫാദറിനോട് ചോദിച്ചപ്പോ എന്റെ ഐറ്റം മോന് കിട്ടിയും തോന്നുന്നു എന്നുള്ളൊരു അഭിപ്രായം പറഞ്ഞപ്പോ ചെക്ക് ചെയ്തപ്പോ ശരിയാണ്, ഷുഗർ തന്നെയാണ്. അങ്ങനെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ ചെറിയ ചെറിയ ഗുളികകളൊക്കെ കഴിച്ച് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഒരു 5 ഇയർ വരെയൊക്കെ എന്നെ കൺട്രോൾ ചെയ്ത് പോയി. സാറിന്റെ സംശയം എന്താണ് സാർ? ഞാൻ ചെന്നൊരു ഡോക്ടറെ കണ്ടപ്പോ ഡോക്ടർ പറഞ്ഞു, ഇത് മോനെ ഇങ്ങനെ കൺട്രോൾ ചെയ്ത് പോയില്ല, കാര്യമില്ല, ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ കിഡ്നി പോകുന്നൊക്കെ പറഞ്ഞ കാരണം കൊണ്ടാണ് ഞാൻ കഴിക്കാതിരുന്നതെന്നൊക്കെ പറഞ്ഞപ്പോ പറഞ്ഞു, എന്തായാലും നിങ്ങൾ കഴിക്കണം, കഴിച്ചാലാണ് നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകുള്ളൂ.
അയാൾ പറഞ്ഞപ്പോൾ ഗ്ലൈക്കോമേറ്റ് 1 gram എന്നുള്ള ഒരു ഗുളികയാണ് എനിക്ക് എഴുതി തന്നത്. ഓക്കെ ഓക്കെ ആ രാവിലെ ഒരെണ്ണം കഴിക്കുന്നു, വൈകുന്നേരം ഒരെണ്ണം കഴിക്കുന്നു ഓക്കെ ഭക്ഷണത്തിന് ശേഷം. ഓക്കെ ആ അപ്പൊ അതിനൊരു മെഡിന്യൂറോൺ എന്നൊരു മനസ്സിലായി വൈറ്റം എഴുതിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ അത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് വെച്ച് ഒന്ന് കൂടുതൽ കയറി നിന്ന് വന്നപ്പോ വേറെ ഡോക്ടർ പറഞ്ഞു റിക്സൈഡ് ഒരു ഗുളികയും കൂടി കഴിക്കണം, അത് രാവിലെ ഭക്ഷണത്തിന് മുമ്പ് 1 അരമണിക്കൂർ മുമ്പ് ഈ ഗുളികയും കൂടി കഴിക്കണം എന്നുള്ള അഭിപ്രായം പറഞ്ഞു. ഓക്കെ അതിനുശേഷം വളരെ ഇതായിട്ടാണ് പോകുന്നത്. പക്ഷെ ഇടയ്ക്ക് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ SGPT SGPT നേരത്തെ ആള് പറഞ്ഞതുപോലെ തന്നെ എനിക്കും കയറി ഫാറ്റി ലിവറിന്റെ സിസ്റ്റം ആ കാണുന്നുണ്ട്. ഓക്കെ അപ്പോൾ താങ്കളുടെ സംശയം എന്താണ് സാർ? എന്താണ് സംശയം? സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫാറ്റി ലിവർ അത് കൂടുതൽ പ്രോബ്ലത്തിന് എത്തിക്കോ, അതെന്താണ്? ഓക്കെ ഓക്കെ എനിക്ക് ഓക്കെ ഇൻസുലിൻ ആണോ ചെയ്യേണ്ടത് ഇപ്പൊ ഈ ഗുളിക? അപ്പൊ എന്റെ ഡോക്ടർ പറഞ്ഞത് ഇൻസുലിൻ ചെയ്യേണ്ട കാര്യമില്ല. എനിക്ക് മനസ്സിലായി സാർ, മനസ്സിലായി, ചോദ്യം മനസ്സിലായി. കാരണം ചോദ്യം സിമ്പിളായിരുന്നു, പക്ഷേ താങ്കൾ എനിക്ക് തോന്നുന്നു ഒരു രസകരമായ ഒരു കഥാരൂപത്തിൽ തന്നെ താങ്കളുടെ ചോദ്യം അവതരിപ്പിച്ചു. നന്നായി സാർ, താങ്കൾ പറഞ്ഞതുപോലെ ഏർലി 30 വയസ്സ്. ഇന്ന് നമ്മളെ ഇന്നത്തെ ചോദ്യം ആൾക്കാർ എല്ലാവരും ഈ 30-32 വയസ്സ് ഡയബറ്റീസ് ആയിട്ടുള്ളവരാണ് എല്ലാവരും വിളിക്കുന്നത്. ഇന്നത്തെ ഒരു പ്രത്യേകതയാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് വളരെ നേരത്തെ നമുക്ക് രക്തത്തിലെ പഞ്ചസാരയുടെ ആ പ്രശ്നം കണ്ടുപിടിച്ചു, ഡയബറ്റീസ് കണ്ടുപിടിച്ചു. നമുക്ക് ഒരുപാട് വർഷം ആരോഗ്യകരമായി ജീവിക്കാനുള്ളത് കൊണ്ട് തന്നെ അത് തീരെ നിസ്സാരമായി കളയേണ്ട ഒരു കാര്യമല്ല. ഒരുപാട് വർഷം ഇല്ലെങ്കിൽ തന്നെ ഇപ്പോൾ 60-70 വയസ്സിലായാൽ പോലും നമുക്ക് സീരിയസ് ആയിട്ട് കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ സാർ ശ്രദ്ധിക്കേണ്ട, ആദ്യത്തെ കുറച്ച് കാലഘട്ടത്തിൽ നമുക്ക് മരുന്നൊന്നും കഴിക്കാതിരുന്നു, ഔഷധങ്ങൾ കഴിക്കാതിരുന്നതിന് താങ്കളുടെ പേടി എന്ന് പറയുന്ന കിഡ്നിയെ ബാധിക്കും അല്ലെങ്കിൽ ലിവറിനെ ബാധിക്കും എന്നുള്ളതാണ്. പക്ഷേ താങ്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എനിക്ക് തോന്നുന്നു പൊതുവേ അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ട് നമ്മുടെ പലർക്കും. അതായത് മരുന്ന് കഴിക്കുമ്പോഴാണ് പ്രശ്നം. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രമേഹമാണ് പ്രശ്നം, മരുന്നല്ല, ഔഷധങ്ങളല്ല. പ്രമേഹം കാരണമാണ് നമുക്ക് ഹാർട്ട് അറ്റാക്ക് വരുന്നത്, അല്ലെങ്കിൽ കിഡ്നിയിൽ പ്രശ്നം വരുന്നത്, അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങൾ വരുന്നത്. ഒരിക്കലും ഔഷധങ്ങളല്ല. പക്ഷേ ശ്രദ്ധിക്കേണ്ടത്, ഒരു വ്യക്തി ഏത് ഔഷധം എങ്ങനെ എത്ര നേരം എവിടെ എപ്പോൾ കഴിക്കണം എന്ന് പറയുന്നത് അതിൻ്റെ ഒരുപാട് പരിശോധനകൾ ചെയ്ത് അതിൻ്റെ ആ ക്ലിനിക്കൽ ഹിസ്റ്ററി കേട്ടതിന് ശേഷം ഡോക്ടർ തീരുമാനിക്കുന്ന പ്രകാരമാണ്. അപ്പോൾ കറക്റ്റായിട്ടുള്ള വ്യക്തി, ഇപ്പോൾ എ എന്ന വ്യക്തി കഴിക്കേണ്ട എക്സ് എന്ന മരുന്നാണെങ്കിൽ ബി എന്ന വ്യക്തി കഴിക്കേണ്ട വൈ ആണെങ്കിൽ എ എന്ന വ്യക്തി വൈ എന്ന മരുന്ന് കഴിക്കുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. അതപ്പോൾ ഏത് മരുന്ന് ഏത് വ്യക്തിക്ക് കഴിക്കേണ്ടി വരുന്നെന്നുള്ളത് ഡോക്ടറാണ് നിശ്ചയിക്കേണ്ടത്. അത് ഡോക്ടർ നിശ്ചയിച്ച് താങ്കൾക്ക് തന്നിരിക്കുന്ന ഗ്ലൈക്കോമെറ്റ് എന്ന് പറയുന്ന ഞാൻ ഈ ചർച്ചയിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞ മെറ്റ്ഫോമിൻ എന്ന് പറയുന്ന മരുന്നാണ് ഈ ഗ്ലൈക്കോമെറ്റ്. ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും നല്ല മരുന്ന് ഗ്ലൈക്കോമെറ്റ് സാർ. ഏറ്റവും നല്ല മരുന്നുകൾ 1 gram കഴിക്കുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ല മരുന്നുകളിലൊന്നാണ്. അത് തന്നെയാണ് ആദ്യ കാലഘട്ടത്തിൽ കഴിക്കേണ്ടത്. അതിൽ കൺട്രോൾ കിട്ടാത്തതുകൊണ്ട് അടുത്ത റിക്ലൈഡ് കഴിച്ചു. താങ്കൾ കഥാരൂപത്തിൽ പറഞ്ഞുകൊണ്ടാണ് ഞാൻ തിരിച്ച് അതുപോലെ മറുപടി തരുന്നത്. അടുത്ത റിക്ലൈഡ് കഴിച്ചു. ആ റിക്ലൈഡ് മെറ്റ്ഫോമിൻ നമുക്ക് കൺട്രോൾ ഇല്ലെങ്കിൽ അടുത്ത ഓപ്ഷനാണ് നമുക്ക് ഈ ഗ്ലൈക്ലോസൈഡാണ്. ഗ്ലൈക്ലോസൈഡ് പോലുള്ള മരുന്നുകളോ അല്ലെങ്കിൽ ബേസിൽ ഇൻസുലിൻ, ഒരുപാട് മരുന്നുകളുണ്ട്. അപ്പോൾ ആ ഡോക്ടർ അത് തന്നു. അത് നല്ലൊരു മരുന്നിൻ്റെ വിഭാഗത്തിൽ പെടുന്നതാണ്. ഇപ്പോഴുള്ള പ്രശ്നം താങ്കൾക്ക് SGPT SGOT ഉണ്ട്, ഫാറ്റി ലിവർ ഉണ്ട്. അപ്പോൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇതിനു മുമ്പ് ചർച്ച ചെയ്തതുപോലെ ടൈപ്പ് 2 പ്രത്യേകിച്ച് നേരത്തെ വരുന്ന ഈ പ്രമേഹ രോഗം ഏർലി ഏജിൽ, അത് 30-40 വയസ്സിൽ ടൈപ്പ് 2 വരുമ്പോൾ കൂടെ കാണാൻ സാധ്യതയുള്ള ഈ ഇൻസുലിൻ റെസിസ്റ്റൻസിൻ്റെ ഫീച്ചർ അല്ലെങ്കിൽ മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയുന്നത്, നമുക്കിതിനെല്ലാം കൂടി നമുക്കത് ഒറ്റ ടേമിൽ വിളിക്കാം. അതിലൊന്നാണ് നമുക്ക് ഈ ഫാറ്റി ലിവർ അല്ലെങ്കിൽ ലിവർ എൻസൈംസ് കൂടിയിരിക്കുന്ന അവസ്ഥ. അതിലാദ്യം വേണ്ട നമുക്ക് ഡയബറ്റീസ് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എക്സസൈസ്, അല്ലെങ്കിൽ എക്സസൈസ് വ്യായാമം നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം. താങ്കളുടെ ഡ്യൂട്ടി കൂടാതെ 30 മിനിറ്റ് മുതൽ 45 മിനിറ്റ് വരെ സ്പീഡിലുള്ള നടത്തം മതി. കൈവീശി സ്പീഡിൽ ദിവസവും വേർത്ത് നടക്കുക നിർബന്ധമാണത്. ഫാറ്റി ലിവറിനല്ല, ഡയബറ്റീസിനല്ല, എല്ലാത്തിനും. കൂടാതെ ഈ കൊഴുപ്പുള്ള ആഹാരം അല്ലെങ്കിൽ നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ആഹാരം, നമുക്ക് ഡയറ്റ് നമുക്കിപ്പോൾ പറയുവാനുള്ള സമയക്കുറവ് കാരണം ഡയറ്റ് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കഴിയില്ല. നമുക്കറിയാവുന്ന കാര്യമാണ് നമുക്ക് കൊഴുപ്പും അത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയുള്ള ഡയറ്റ്. അതോടൊപ്പം ലിവറിനെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള നമുക്ക് ഒരുപാട് റിലവൻറ്റ് സ്റ്റഡീസ് ഒന്നുമില്ല, എന്നാൽ ഒരുപാട് ഔഷധങ്ങളുണ്ട്. ഇപ്പോൾ വൈറ്റമിൻ ഇ നമുക്ക് കഴിക്കാം, അതുകൊണ്ട് തെറ്റില്ല. പക്ഷേ അത് കഴിക്കണോ വേണ്ടയോ എന്നുള്ളത് താങ്കളുടെ ചികിത്സിക്കുന്ന ഡോക്ടറോട് ചോദിച്ചിട്ട് വേണം കഴിക്കാൻ. അല്ല ഐസോഡിയോക്സി കോളിക് ആസിഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ടാബ്ലറ്റ് കഴിക്കാം. അതും എങ്ങനെയാണെന്നുള്ളത് ഡോക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് വേണം. പക്ഷേ എല്ലാത്തിനേക്കാൾ ഉപരി വേണ്ടത് നമ്മുടെ എക്സസൈസ്, ദിവസവുമുള്ള നടത്തം, ഡയറ്റ്, ഷുഗർ കൺട്രോളാണ്. അപ്പോൾ താങ്കൾ ഇപ്പോൾ പോകുന്ന രീതി മെറ്റ്ഫോമിനും ഗ്ലൈക്ലോസൈഡ് യാതൊരു പ്രശ്നവുമില്ല. പിന്നെ ഈ ഫാറ്റി ലിവർ തീരെ നിസ്സാരമായി കളയുകയും അതോടൊപ്പം നമ്മൾ മദ്യപാനം, ലിവറിന് പ്രശ്നമുള്ള മറ്റ് പ്രശ്നം, മദ്യപാനം അല്ലെങ്കിൽ ചില എന്തോ പറയാൻ നമുക്ക് ഒട്ടും നമുക്ക് എന്തോ പറയാൻ നമുക്ക് സ്റ്റഡീസ് ഒന്നും ഇല്ലാതെ പരസ്യത്തിൽ കാണുന്ന ചില ഔഷധങ്ങൾ നമ്മൾ കഴിക്കുമ്പം അത് കാരണം ചിലപ്പോൾ ലിവറിനൊക്കെ ചിലപ്പോൾ ചില പ്രശ്നങ്ങൾ, അത്തരം ഔഷധങ്ങൾ പ്രശ്നമുണ്ട്. അപ്പോൾ അത്തരം ഔഷധങ്ങളൊക്കെ ഒഴിവാക്കുക.
പിന്നെ ഇപ്പം മഞ്ഞപ്പിത്തം പോലുള്ള അങ്ങനെ വരുന്നത് ഒഴിവാക്കുക, മദ്യപാനം പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. ഈ രീതി പോവുകയാണെങ്കിൽ പ്രശ്നമില്ല. അതുകൊണ്ട് താങ്കൾ സ്ഥിരമായി താങ്കളുടെ ഡോക്ടറെ കണ്ട് ക്ലിയറായിട്ട് ആ മോണിറ്റർ ചെയ്ത് ലിവർ എൻസൈംസ് നോർമലിലാണ് ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ, ഓക്കെ, താങ്ക് യു. ഓക്കെ. ഓക്കെ സാർ. ഓക്കെ. ഓക്കെ, ഓക്കെ.